അല്ലേ? അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സ്വർണ്ണവില ഇങ്ങനെ ദിവസം പ്രതി കൂടും കുറയും അങ്ങനെയായിരുന്നു. ഇപ്പൊ അമേരിക്ക തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്വർണ്ണവില കുറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ സ്വർണ്ണവില ഒന്ന് കുറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ വീണ്ടും സ്വർണ്ണവില ഒരു 3 ദിവസം കൊണ്ട് വർദ്ധിച്ചു. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഇപ്പൊ നമ്മുടെ ജോ ബൈഡൻ ആണല്ലോ അവിടെ ഇപ്പം ഭരണാധികാരി, പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹം നമ്മുടെ റഷ്യക്കെതിരെ US നിർമ്മിത മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം അനുമതി നൽകിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് യുദ്ധം കൂടുതൽ വഷളായായിരുന്നു. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പം സ്വർണ്ണവില വർദ്ധിച്ചു വരുന്നത്. 3ാം ലോകയുദ്ധത്തിന്റെ ആരംഭമാണെന്നും തിരിച്ചടിക്കുമെന്നും റഷ്യ പറഞ്ഞതോടെ സുരക്ഷിത നിക്ഷേപം എന്ന തരത്തിലുള്ള വൻകിട നിക്ഷേപകരുടെ സ്വർണം വാങ്ങൽ വീണ്ടും സജീവമായി. രാജ്യാന്തര വിപണിയിൽ ട്രോയ് ഔൺസിന് $2,640 വില ഉയർന്നു. US ട്രഷറി ബോണ്ട് വരുമാനം കുറഞ്ഞതും തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുള്ള ഡോളർ ഇൻഡെക്സിന്റെ കുതിപ്പിന് താൽക്കാലിക വിരാമമായതും സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടി. തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം രാജ്യാന്തര വിപണിയിൽ 7% ഇടിവാണ് സ്വർണ്ണവിലയിലുണ്ടായത്. 2016 ട്രംപ് പ്രസിഡന്റായി വന്നതിന് ശേഷമുണ്ടായ ഇടിവിന്റെ അത്രയും തീവ്രത ഇത്തവണ ഉണ്ടാകുന്നില്ലെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. അന്ന് 30 ദിവസങ്ങൾ കൊണ്ട് വില 9% ഇടിഞ്ഞു. ഇത്തവണ ബൈഡന്റെ നടപടി 2 ആഴ്ചയ്ക്കുള്ളിൽ വില ഇടിവിന് തടയിട്ടു. അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങളോടനുബന്ധിച്ച് സ്വർണ്ണവിലയിൽ വൻ ഇടിവുകൾ വിപണിയിൽ സാധാരണമാണ്. പുതിയ പ്രസിഡന്റിന്റെ നടപടികളിൽ പ്രതീക്ഷ വെച്ച് ഡോളർ കരുത്താർജിക്കുന്നതാണ് കാരണം. അപ്പം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേനും സ്വർണ്ണവില ഒന്ന് താഴ്ന്നതായിരുന്നു. അപ്പോൾ വീണ്ടും നമ്മുടെ ബൈഡൻ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്ത് സ്വർണ്ണവില വീണ്ടും കൂടിയിരിക്കുകയാണ്. യുദ്ധങ്ങൾ സ്വർണ്ണവിലയെ ബാധിക്കും എന്ന് പറയുന്ന പോലെ. അതെ, തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും ഇന്ത്യയിലെ കേരളത്തിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളിലും ബാധിക്കും. ഈ ഒരു യുദ്ധം കാരണം പല പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് പറയുന്നത് ഞാൻ അധികാരത്തിൽ വന്നാൽ യുദ്ധം അവസാനിപ്പിക്കും എന്നുള്ള കാര്യം. അവസാനിപ്പിക്കട്ടെ, നല്ല കാര്യം. എന്നിട്ട് ആദ്യത്തെ ഇതെന്തായിരുന്നു? 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്. വെരി ഗുഡ്. ഇത് ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ട്രംപ് തന്നെ ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം 3ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമാണ്, അത് അവസാനിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും എന്നാണ് പറയുന്നത്. പരിശ്രമിക്കട്ടെ.